അതായത് ഇത് ഈ മെസ്സി വരാത്തതിൽ ഏറ്റവും വലിയ നിരാശ ആർക്കായിരിക്കും? ഫാൻസുകാർക്കായിരിക്കും. അല്ല, പിണറായി വിജയനും ഗോവിന്ദനുമാണ്. അതിന് കാരണമുണ്ട്. കാര്യം ഈ മെസ്സി വന്നാൽ മെസ്സിയുടെ കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫ്ലെക്സ് അത് പലയിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട മിനിമം ഒരു 10 വോട്ട് കൂടുതൽ കിട്ടുമോ? മലപ്പുറത്ത് കിട്ടുമായിരിക്കും. മലപ്പുറത്തൊന്നല്ല, കേരളത്തിൽ മൊത്തത്തിൽ ഓളം ഉണ്ടാവും. മെസ്സിയെ കൊണ്ടുവന്ന സർക്കാരിന് അഭിവാദ്യങ്ങൾ എങ്ങനെ ഉണ്ടാവും? തീർച്ചയായിട്ടും സഖാക്കൾ അങ്ങനെയും വെക്കും. അപ്പോൾ അതിന് സാധ്യതയുണ്ട്. അവിടെയാണ് ഈ പണി കിട്ടിയേക്കുന്നത്. ഇപ്പം ഈ മാർച്ചിന് മുമ്പ് മെസ്സി വരിക എന്നുള്ളത് ഇപ്പോൾ പലരുടെയും ആവശ്യമാണ്. കാര്യം തൊട്ട് കഴിഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓളം കിട്ടും. അവർ മലപ്പുറത്ത് ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കാനാണ് നോക്കിയത്. അപ്പോൾ അത് നടപടിയുള്ള കാര്യം, അതിനുള്ള സ്റ്റേഡിയം ഇല്ല. പിന്നെ നമുക്ക് കേരളത്തിൽ ലഭ്യമായ 2 സ്റ്റേഡിയങ്ങൾ, ഒന്ന് കാര്യവട്ട സ്റ്റേഡിയം, ഗ്രീൻ ഫീൽഡ്, ഒന്ന് കൊച്ചി. പിന്നെ മറ്റേ ചെറിയ അണ്ടർ 19 ലോകകപ്പിന്റെ മത്സരങ്ങളൊക്കെ നടന്നതുകൊണ്ട് ഇവിടുത്തെ ടർഫ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് കൊണ്ട് നമുക്കിത് പരിഗണിക്കാം. പക്ഷേ ഈ അർജന്റീന ടീം പോലെയുള്ള ഒരു ടീം വന്ന് കളിക്കുമ്പോൾ അതിനും മാത്രമുള്ള കപ്പാസിറ്റി, ഈ പറയുന്ന പോലെ ആ ഗ്രൗണ്ടിന്റെ ചുറ്റുപാടും ഒക്കെ ഇപ്പൊ വൃത്തിയാക്കുന്നതേ ഉള്ളൂ. അത് മാത്രമല്ല വേണ്ടി വേണ്ട ഒരു എല്ലാ സജ്ജമായ ഒരു കാര്യം, നിരവധി കടകളും മറ്റും ഒക്കെയാണ് താഴെയുള്ളത്. ഈ പറയുന്ന രീതിയിൽ അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി, അതായത് അവിടെ ഒരു കാഷ്വാലിറ്റി ഉണ്ടായാൽ അത് കാര്യം ഈ സ്റ്റേഡിയത്തിന്റെ തൊട്ട് താഴെയുള്ള ഒരുവിധപ്പെട്ട് ഒഴിഞ്ഞു കിടക്കുന്ന എല്ലാ സ്ഥലങ്ങളും ഓരോ ഓഫീസുകളും കടമുറികളും ഒക്കെ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഒഴിപ്പിച്ചെടുക്കാൻ നടപടിയുള്ള കാര്യം. വാഹനം പാർക്ക് ചെയ്യാനുള്ള ഗ്രൗണ്ട് പോലും നേരെയില്ല. അല്ല, വാഹന പാർക്കിംഗ് പിന്നെയും നമുക്ക് മാനേജ് ചെയ്യാം. പക്ഷെ ആളുകൾ ഈ മെസ്സി വരുന്ന ഒരു ഈവന്റിലേക്ക് ഈ ടിക്കറ്റ് വെച്ചിട്ടാണ് ഇപ്പൊ ഏതോ ലക്ഷങ്ങളൊക്കെയാണ് പറഞ്ഞ ടിക്കറ്റ് നിരക്ക്. എന്തോ ആവട്ടെ, അത്ര വലിയ ടിക്കറ്റ് നിരക്ക് പ്രഖ്യാപിച്ചാൽ പോലും ആ വേദിയിലല്ല, വേദിക്ക് പുറത്ത് തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത സാധ്യതയാണ്.